ഇന്ന് നമ്മൾ ആടിൻ്റെ ബോട്ടി മരുന്ന് വെപ്പ് വയ്ക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 6 സ്പൂൺ മുഴുവൻ കുരുമുളക് നമുക്ക് പൊടിച്ചെടുക്കണം. അതിലേക്ക് ഏകദേശം 1.5 സ്പൂൺ ജീരകം ഇടാം. ഇത് നമുക്ക് നല്ലോണം പൊടിയാക്കി എടുക്കണം. നമ്മൾ ആടിൻ്റെ ബോട്ടി കായ ഇട്ടിട്ടാണ് വെക്കുന്നത് മരുന്ന് വെപ്പ്. അപ്പോൾ ഞാനിവിടെ ഇത് കായ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 1/2 കിലോ കായ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 കിലോ ബോട്ടി ചേർത്ത് കൊടുക്കണം. കുക്കറിലിട്ട് നമ്മൾ വേവിക്കാൻ പോവാണ്. ഒന്നര കിലോ ബോട്ടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 25 അല്ലി ഉള്ളിയും ഒരു 10 അല്ലി വെളുത്തുള്ളിയും അരിഞ്ഞതുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 8 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 8 പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ കുരുമുളകും ജീരകവും കൂടെ പൊടിച്ചില്ലേ, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനാണ്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒരുപാട് നേരം വേവാനുള്ള സമയം മാത്രമേ എടുക്കുള്ളൂ. ഒരുപാട് നേരം ഇതൊക്കെ വഴറ്റി എടുക്കേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാതെ ശരീരത്തിന് വളരെ നല്ല ഒരു ആരോഗ്യകരമായൊരു ഡിഷാണിത്. വയറിനും നല്ലതാണിത്. പ്രത്യേകിച്ച് മരുന്ന് വെപ്പ് വയ്ക്കുമ്പോൾ ഒരുപാട് ഗുണമുള്ളതാണിത്. നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. നല്ലോണം വേവുള്ളതാണ്. അപ്പോൾ ഒരു 7 അല്ലെങ്കിൽ 8 വിസിൽ അടിക്കേണ്ടി വരും. നമുക്ക് മൂടി വെച്ച് നമുക്ക് വേവിക്കാതെ. ഇതിപ്പോൾ ഒരു 8 വിസിൽ അടിച്ചിട്ടുണ്ട്. ഞാൻ തുറക്കാൻ പോവാതെ ഇത് നമുക്ക് വെന്തോന്ന് നോക്കാം. നല്ലോണം വെന്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു ഉരുളിയിലേക്ക് മാറ്റിയിട്ട് ഇത് നല്ലോണം വെള്ളം വറ്റിച്ചെടുക്കണം. അതിന് ശേഷം നല്ലോണം വരട്ടിയെടുക്കാം നമുക്ക്. അപ്പം ഞാനിവിടെ ഉരുളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാണ്. ഇത് ഒഴിച്ചപ്പോൾ അതിൻ്റെ ആവി കൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് ഉരുളിക്ക് ഇത് മുഴുവൻ ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. നമുക്കിത് നല്ലോണം വറ്റിച്ചെടുക്കാം. നല്ല അടിപൊളിയായിട്ട് കറുത്ത് വന്നിട്ടുണ്ട്. ഇതിനെയും വരട്ടി നമുക്ക് നല്ലോണം ഡ്രൈ ആക്കാം. ഇത് ഒരുവിധം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഡ്രൈ ആക്കാം.